ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നാണ് തീരുമാനമെടുത്തത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് നടപടി. അടിയന്തരമായി പണം ഈടാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്തകൾ നടന്നിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി തീരുമാനപ്രകാരം ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനധികൃതമായി കൈപ്പറ്റിയ തുകകൾ തിരിച്ചുപിടിക്കാനുള്ള ഒരു കർശന നടപടിയിലോട്ട് കടന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ നമ്മൾ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ നമ്മൾ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബാക്കി ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ട് പ്രകാരം അടിയന്തരമായിട്ട് ഇവിടെയുള്ള ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായിട്ട് ഭൂമി അധികമുള്ള ആളുകളും ലൈഫ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീടിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും 2-3 വാഹനങ്ങളുള്ളവരും വാസയോഗ്യമായ വീടുള്ളവരും അനധികൃതമായി പദ്ധതിയിൽ നിന്ന് പണം സ്വന്തമാക്കിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവരുമുണ്ട്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തത്. സ്വന്തമായി വാസയോഗ്യമായ വീട് വയ്ക്കാൻ പണമില്ലാത്ത നൂറുകണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമായിട്ടുണ്ട്. ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് വിജിലൻസ് തീരുമാനം. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.